പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ജൂൺ മാസം 3-ാം തീയതി തിങ്കളാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ പുത്തൻ മാസത്തിൻ്റെ ഒരു പുതിയ പ്രവർത്തന ആഴ്ചവട്ടത്തിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നാം ഏവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആരോഗ്യത്തോടും ബലത്തോടും കൃപയോടും സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും കാത്തു പരിപാലിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യം. 1 Kings chapter 3 verse 10 നാം ഇങ്ങനെ വായിക്കുന്നു: ശലോമോൻ ഈ കാര്യം ചോദിച്ചത് കർത്താവിന് പ്രസാദമായി. ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം നമുക്കേവർക്കും പരിചിതമാണ്. ശലോമോൻ ഇതാ ഇസ്രയേലിൻ്റെ 3-ാമത്തെ അഭിഷിക്തനായ രാജാവായി മാറുന്നു. ഗിബെയോനിൽ പ്രധാന പൂജാഗിരിയിൽ 1000 ഹോമയാഗം കഴിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു. ആ രാത്രിയിൽ സ്വപ്നത്തിൽ ഇതാ ദൈവം പ്രത്യക്ഷനായിട്ട് ശലോമോനോട് ചോദിക്കുകയാണ്: ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? നിനക്ക് ഇഷ്ടമുള്ള വരം ചോദിച്ചു കൊള്ളുക. ശലോമോൻ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുകയാണ്: നിന്റെ ഇത്ര വലിയ ജനത്തെ പരിപാലിക്കുവാൻ എനിക്ക് വേണ്ടത് ഗുണവും ദോഷവും തമ്മിൽ തിരിച്ചറിയുവാനുള്ള ആ ഒരു വലിയ ജ്ഞാനം വേണം. ആ നിലയിൽ അനുഗ്രഹത്തോടെ നീതിയോടെ ന്യായപാലനം ചെയ്യുവാനുള്ള ആ ഉയരത്തിലെ കൃപ, ആ പരിജ്ഞാനം എനിക്ക് ലഭിക്കണം. ഇതാണ് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. അങ്ങനെ ശലോമോൻ ഈ കാര്യം ദൈവത്തോട് ചോദിച്ചത് ദൈവത്തിന് ഇഷ്ടമായി. തുടർന്നുള്ള 11-12 വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്: നീ ദീർഘായുസോ ശത്രു സംഹാരമോ സമ്പത്തോ മറ്റൊന്നും ചോദിക്കാതെ ഇവ നീ ചോദിച്ചതുകൊണ്ട് ഇവ മാത്രമല്ല, ഒരു രാജാവെന്നുള്ള നിലയിൽ നിനക്ക് വേണ്ടതെല്ലാം ഞാൻ നൽകി നിന്നെ അനുഗ്രഹിക്കും. 2024 ജൂൺ മാസം 3-ാം തീയതി തിങ്കളാഴ്ച അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മളൊക്കെ ദിനംതോറും പ്രാർത്ഥിക്കുന്നവരാണ്. രാവിലെയും വൈകുന്നേരത്തും ഏറ്റവും കുറഞ്ഞ 2 പ്രാവശ്യം. പിന്നീട് സമയമനുസരിച്ച് ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ജോലി ചെയ്യുമ്പോൾ, നടന്നും യാത്ര ചെയ്യുമ്പോഴും, അഥവാ എപ്പോഴും ഉള്ളിൽ പ്രാർത്ഥനയോടെ പോകുന്ന മാതാപിതാക്കളും പ്രിയപ്പെട്ടവരുമുണ്ട്. പക്ഷെ നമ്മുടെ ഈ പ്രാർത്ഥനകളും ദൈവത്തോടുള്ള യാചനകളും ദൈവം ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മുടെ കണ്ണുകളെ തുറപ്പിക്കുകയാണ്. ശലോമോൻ ദൈവത്തോട് ചോദിച്ചത് ദൈവത്തിന് ഇഷ്ടമായി. കാരണം സർവശക്തനായ ദൈവമാണ് ശലോമോന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ചോദിച്ചത് നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞാൽ, ശലോമോനെ, നിന്റെ ജീവിതത്തിൽ നീ എന്ത് ചോദിച്ചാലും ഞാനത് തരുവാൻ കഴിവുള്ളവനാണ്, മതിയായവനാണ്. നിനക്ക് ധൈര്യമായിട്ട് ചോദിക്കാം, നിനക്ക് ലഭിച്ചിരിക്കും. നിനക്ക് തരാനായിട്ട് തന്നെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഈ സ്ഥാനത്താണ് വളരെ ലളിതമെന്ന് മനുഷ്യർക്ക് തോന്നുമെങ്കിലും ഏറ്റവും ഗൗരവമേറിയ ഒറ്റ ഒരു വരം ചോദിച്ചപ്പോൾ ഒരു രാജാവിൻ്റെ കാലഘട്ടത്തിൽ, ഒരു മനുഷ്യന്റെ കാലഘട്ടത്തിൽ, ഒരു പുരുഷായുസിൽ വേണ്ടതെല്ലാം
ദൈവം കൊടുത്തു. എന്താ കാര്യം? ദൈവത്തോട് ചോദിച്ച തൻ്റെ ആഗ്രഹം ദൈവത്തിന് ഇഷ്ടമായി. ഞാൻ വളരെ സ്നേഹത്തോടും അതിലേറെ പ്രാർത്ഥനയോടും കഴിഞ്ഞ ഏകദേശം 4 വർഷത്തോളമായി ജീവജലം ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ വളരെ സ്നേഹബുദ്ധിയാ ചോദിക്കട്ടെ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ യാചനകൾ ദൈവം ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇന്ന് ചിന്തിക്കണം. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി വരാൻ താമസിക്കുന്നു, ചിലതിന് മറുപടിയേ ഇല്ല. ഇതിന്റെ കാരണം എന്താണ്? ദൈവം ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥനയും ആവശ്യങ്ങളുമാണോ നമ്മൾ ഉന്നയിക്കുന്നത്? ശരിയാണ്, നമ്മുടെ കർത്താവാണ്, നമ്മുടെ ദൈവമാണ്, മക്കളെങ്കിലും അവകാശികളാണ്. നമ്മൾ അത് ചോദിക്കും, ഇത് ചോദിക്കും, ദൈവം തരും, ഒക്കെ സമ്മതിച്ചു. പക്ഷേ ദൈവത്തിനും കൂടി ഇഷ്ടപ്പെടണം. വളരെ ഗൗരവതയോടെ ഈ നാളുകൾ ചിന്തിക്കണം. കാരണം ഇന്ന് ആത്മീയ ലോകം സെക്കുലർ ലോകത്തെക്കാൾ മാർക്കറ്റിംഗ് തന്ത്രം പ്രയോഗിക്കുന്ന ഒരു അനാത്മീയതയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ബിസിനസ് തരംഗത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങോട്ട് വാ, ഞങ്ങൾ തരാം, ഞങ്ങളുടെ കൂടെ നിങ്ങൾക്കെല്ലാം കിട്ടും. ഇന്ന് എവിടെ കിട്ടും, എങ്ങനെ കിട്ടും, എപ്പോ കിട്ടും, ഈ നിലയിൽ മനുഷ്യന് ഓടുമ്പോൾ ഇന്നത്തെ വാഗ്ദത്ത വചനം ആധികാരികമായി നമ്മളോട് പറയുന്നു, നമ്മുടെ പ്രാർത്ഥനകളും ഉപവാസങ്ങളും യാചനകളും ദൈവത്തിനും കൂടെ ഇഷ്ടപ്പെടണം. ദൈവത്തിനും കൂടി ഇഷ്ടപ്പെടുന്ന വിധത്തിലായ നമ്മൾ ചോദിക്കുന്നത് ഒന്നാണെങ്കിൽ അതിന്റെ വലത്തുവശത്ത് 1, 2, 3 അതിലധികമോ 0 വന്നാൽ അതിന് എത്ര വരം വില വരും? അത്രമാത്രം വിലയുള്ള വരങ്ങളായി തമ്പുരാൻ അതിനെ മാറ്റും. അങ്ങനെ നമ്മുടെ ജീവിതം ധന്യമാകും. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം ഇഷ്ടപ്പെടുന്നതും ദൈവം പ്രസാദിക്കുന്നതും അതിൽ കൂടെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുന്നതുമായി മാറട്ടെ. ജൽപ്പനങ്ങൾ ഒഴിവാക്കുക, പ്രഹസനങ്ങൾ മതിയാക്കുക. ഇതെല്ലാം മനുഷ്യനെ തൃപ്തിപ്പെടുത്തുവാൻ ചെയ്യുന്ന ഗിമിക്സുകളായി ഇന്ന് മാറിയിരിക്കുന്നു. നമുക്ക് വേണ്ടത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി മാറണം, ദൈവം ഇഷ്ടപ്പെടുന്നവരായി മാറണം. അതിന് നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം വ്യർത്ഥമാണ്. പ്രിയമുള്ളവരെ, ഈ ഒരാഴ്ചവട്ട കാലം ആരോഗ്യത്തോടെ, ബലത്തോടെ, ദൈവകൃപയോടെ ജോലി ചെയ്യുവാൻ, യാത്ര ചെയ്യുവാൻ, കുടുംബകാര്യം നോക്കുവാൻ, ആത്മീയകാര്യം നോക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കേരളത്തിന്റെ പശ്ചാത്തലം അനുസരിച്ച് ഒഫീഷ്യലി ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂൾ തുറന്ന് പ്രവേശനോത്സവത്തോടുകൂടി സ്കൂളിംഗ് അഥവാ ന്യൂ അക്കാഡമിക് ഇയർ ആരംഭിക്കുകയാണ്. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ അധ്വാനങ്ങളെ തമ്പുരാൻ മാനിക്കട്ടെ. അങ്ങനെ നമ്മുടെ ജീവിതം അനുഗ്രഹീതമായി ദൈവത്തിനും മനുഷ്യർക്കും സൗരഭ്യവാസനയുള്ളതായി വളരെ മധുരമായി തീരട്ടെ. ഓർക്കുക, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ യാചനകൾ, നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിന് ഇഷ്ടപ്പെടണം. ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇന്ന് വിരാമം കുറിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ഏവരും സ്വയം ചിന്തിക്കണം, എൻ്റെ പ്രാർത്ഥന ദൈവം ഇഷ്ടപ്പെടുന്നുണ്ടോ? ദൈവത്തിന് അത് തൃപ്തിയാകുന്നുണ്ടോ? ഞാനിങ്ങനെ ആവശ്യങ്ങളുടെ വലിയൊരു കൂമ്പാരം അഴിച്ചിട്ട് ദൈവത്തെയും ചലഞ്ച് ചെയ്ത്, സ്വർഗത്തെയും ചലഞ്ച് ചെയ്ത്, നമുക്ക് വേണ്ട ഇഷ്ടപ്പെട്ട ചില വാക്യങ്ങൾ, അതിനു വേണ്ടി ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുക്കും. അതിന്റെ പശ്ചാത്തലം എന്താണെന്ന് അറിയത്തില്ല. ബലാത്കാരികൾ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ പിടിച്ചടക്കുന്നു. എന്നാൽ ഇന്ന് നമുക്ക് ഒരു തിരിച്ചുവരവിന് സമയമാവട്ടെ. പ്രാർത്ഥനയോടെ ദൈവകരങ്ങളിലേക്ക് അടുത്തു വരാം. നമ്മുടെ പ്രാർത്ഥനകൾ,
നമ്മുടെ യാചനകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവത്തിന് ഇഷ്ടപ്പെട്ട്, ദൈവം പ്രസാദിച്ച്, അതെ, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി തരുവാൻ കഴിവുള്ള ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിനം ഈ നിലകളിൽ ദൈവം നമ്മെ അനുഗ്രഹിച്ച്, മാനിച്ച്, ദൈവകൃപയോടെ പരിപാലിച്ച് ഈ പുത്തനാഴ്ചവട്ട കാലം നന്മയുടെയും സന്തോഷത്തിന്റെയും ദൈവകൃപയുടെയും ദിനങ്ങളായി തീരട്ടെ. അതിന് തമ്പുരാന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. നിത്യമായ സ്നേഹത്താൽ ഞങ്ങളെ എല്ലായ്പ്പോഴും സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ നല്ല സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഒരു പുത്തനാഴ്ചവട്ടത്തിലേക്ക് തമ്പുരാൻ ഞങ്ങളെ പ്രവേശിപ്പിച്ചുവല്ലോ. ജ്ഞാനികളിൽ ജ്ഞാനിയെന്ന് ലോകം മുഴുവൻ അറിയപ്പെടുകയും വേദപുസ്തകം സാക്ഷ്യം വഹിക്കുകയും ചെയ്ത ശലോമോന്റെ ജീവിതത്തിന്റെ ഏറ്റവും ധന്യമായ സാക്ഷ്യത്തിനായി, അനുഭവത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയറ്റുന്നു. ദൈവം ഇഷ്ടപ്പെടുന്ന, ദൈവം പ്രസാദിക്കുന്ന വരം ചോദിച്ചതിനാൽ താൻ ചോദിക്കാത്തതും കൂടെ നൽകിയ ദൈവത്തിന്റെ വലിയ കരുതല് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഈ നാളുകളിൽ ഞങ്ങൾ സ്വയം വിലയിരുത്തുവാൻ, ഞങ്ങളുടെ പ്രാർത്ഥനകളിലേക്ക്, ഞങ്ങളുടെ ആവശ്യത്തിന്റെ കണക്ക് പുസ്തകങ്ങൾ അഴിക്കുന്നതിലേക്ക് ഞങ്ങൾ തിരിഞ്ഞ് ചിന്തിക്കുവാൻ ഞങ്ങളെ ഒരുക്കിയതിനായി സ്തോത്രം. ഈ ദൈവജനം കേൾക്കുന്ന ഓരോന്നിന്റെ മക്കളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആരാധനകൾ, ഞങ്ങളുടെ പാട്ടുകൾ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ, ഞങ്ങളുടെ വചന ശുശ്രൂഷകൾ, ഞങ്ങളുടെ കൂട്ടായ്മകൾ ദൈവം ഇഷ്ടപ്പെടുന്നതായി തീരുവാൻ, അതിൽ കൂടെ ദൈവം ഒരു ദൈവത്തിൽ ഒരുക്കിയിരിക്കുന്ന എല്ലാ നന്മകളും പ്രാപിപ്പാൻ ഞങ്ങളെ ഇവിടുന്ന് ഒരുക്കണമേ. പ്രത്യേകാൽ ഇന്ന് സ്കൂൾ തുറന്ന് സ്കൂളിലോട്ട് പോകുന്ന ഞങ്ങളുടെ എല്ലാ ആൺകുഞ്ഞുങ്ങളെയും പെൺകുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ആദ്യമായിട്ട് സ്കൂളിലോട്ട് പോകുന്ന ഞങ്ങളുടെ പൊടിക്കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണം, സ്വർഗീയ കൃപകളാൽ നിറച്ചുകൊള്ളണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം വചനത്തിൽ നിന്ന് കേട്ടതുപോലെ നമ്മുടെ പ്രാർത്ഥനകളെ, നമ്മുടെ യാചനകളെ ഒന്ന് ശോധന കഴിക്കുക. നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കണ്ട, ഒത്തിരി ആവശ്യം നിരത്തുകയും വേണ്ട. ദൈവം പ്രസാദിക്കുന്ന ഒന്ന് ചോദിച്ചാൽ നമുക്ക് വേണ്ടത് മുഴുവൻ തരുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് ദൈവം ഇഷ്ടപ്പെടുന്നത് മാത്രം ചോദിക്കുക. ദൈവം ഇഷ്ടപ്പെട്ടത് മുഴുവനും നമുക്ക് തരും. ആ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മളെ ഏൽപ്പിക്കാം. ഇന്നത്തെ ദിനവും ഈ ആഴ്ചവട്ടവും ധന്യവും മനോഹരവും അനുഗ്രഹവുമായി തീരട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ്